കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റിഗർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന നല്ലൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഇനീഷ്യലി നമുക്ക് എന്താണ് 2 വർഷത്തേക്കാണ് വിളിക്കുന്നതെങ്കിലും പിന്നീട് നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കും വീഡിയോയിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ആക്കി വെക്കുക. എന്നാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കയറി വീഡിയോ സെലക്ട് ചെയ്താൽ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാർച്ച് 14 ഇത് റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് റിഗർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 8ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏത് സ്റ്റാൻഡേർഡ് നിങ്ങൾ ജസ്റ്റ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ആൻസർ ഞാൻ പറയാം. അതിന് മുൻപ് മറ്റൊരു കാര്യം, ഗ്രാജുവേറ്റ്സ് ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഓർ പേഴ്സൺ ഹാവിംഗ് സച്ച് ഹയർ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അത് ഡിഗ്രി ഉള്ളവർക്ക്, ഡിപ്ലോമ ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ എലിജിബിൾ അല്ല. പക്ഷേ നമ്മൾ 8ാം ക്ലാസ് പാസ് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കുന്ന 10ാം ക്ലാസ് അതായത് SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് 8ാം ക്ലാസ് വരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് അതുപോലെ +2 ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം ഇതിലേക്ക് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ മുതലാണ്. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ 3 ഇയർ ഡിപ്ലോമ അങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ 8ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉയർന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി ഈ പറയുന്ന 8ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെയൊക്കെ SSLC കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. മിനിമം ഏജ് 18, മാക്സിമം എന്താണ് 20 വയസ്സ് കഴിയാനും പാടില്ല. മിനിമം നമുക്ക് 18 ആയിരിക്കണം, മാക്സിമം 20 കഴിയാനും പാടില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കണ്ടീഷൻ. 30 മാർച്ച് 2024 കണക്കാക്കിയായിരിക്കണം ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 15 മുതൽ മാർച്ച് 30 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. ടോട്ടൽ വേക്കൻസി വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. 20 വേക്കൻസിയാണ് ടോട്ടൽ ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറൽ 15, OBC ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ OBCക്ക് ഇപ്പോൾ 3 വേക്കൻസി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് റിസർവ് വേക്കൻസി ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. EWC 2 വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് 2 ഇയർ ഡ്യൂറേഷൻ ആണ്. ഇത് ശരിക്കും നിലവിലെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്രന്റീഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. നമുക്ക് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രഷേഴ്സിന്, അതായത് ഈ പറയുന്ന എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ എന്താണ് ലക്ഷ്യം വെച്ചിട്ട് അവർക്ക് എന്താണ് നിശ്ചിതമായുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. അത് ITI കഴിഞ്ഞവർക്ക് കൊടുക്കുന്നുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് കൊടുക്കുന്നുണ്ട്, ദെൻ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് കൊടുക്കുന്നുണ്ട്. പല സ്കീമിലാണ് ഇത് വരുന്നത്. ട്രേഡ്, ടെക്നീഷ്യൻ, ഗ്രാജുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് എന്താണ് ജസ്റ്റ് ഈ പറയുന്ന 8ാം ക്ലാസ്, വേറെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് 8ാം ക്ലാസ് കഴിഞ്ഞവർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത്തരം ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലൊക്കെ നമുക്ക് ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നത് കാരണം നമുക്ക് എന്താണ് അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുകയും അത് സെയിം സെക്ടറിൽ തന്നെ പിന്നീട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പെർമനൻറ്റ് വാക്കൻസിയിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 വർഷമാണ് ഇനീഷ്യലി. പിന്നെ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, അത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിലേക്കൊക്കെ എന്ത് ചെയ്യും, നമ്മളെ പരിഗണിക്കുമെന്നുള്ള തീർച്ചയായിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് ആണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ വർഷം നമുക്ക് 6,000 ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 7,000 ആണ് വരുന്നത്. നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ്. അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നിശ്ചിതമുള്ള സാലറി ആയിട്ടല്ല, അതൊരു നമുക്കൊരു സഹായം പോലെ നമുക്ക് ആ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിന് മാത്രമായുള്ള ഒരു തുകയാണ് നമുക്ക് ലഭിക്കുക. നമുക്കൊരു സാലറി ആയിട്ട് വലിയൊരു എമൗണ്ട് ഒന്നും ലഭിക്കില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ചെറിയ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകാം. കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് അവിടെ എന്താണ് ഫുഡൊക്കെ ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഈ പറയുന്ന അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെൻ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് മാത്രമായിരിക്കും. യാതൊരുവിധ റിട്ടൺ എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കും. അത് 100 മാർക്കിനായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും എന്നുള്ള കണ്ടീഷനുള്ളൂ. പിന്നെ നിശ്ചിത ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടം. അങ്ങനെ 2 ഘട്ടമായിട്ട്, 1 രജിസ്ട്രേഷൻ, 2 അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അപേക്ഷാ ഫീസ് ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഏത് കാറ്റഗറി ആണെങ്കിലും. ഓക്കെ,
ഇനി കോൾ ലെറ്റർ പോസ്റ്റലായിട്ടൊന്നും സെൻഡ് ചെയ്ത് തരൂല. നിങ്ങൾക്ക് ഇമെയിലായിട്ടോ അല്ലെങ്കിൽ CSLൻ്റെ വെബ്സൈറ്റ് വഴിയോ ആണ് കോൾ ലെറ്ററൊക്കെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇമെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുക. ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ആ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വെറുതെ നടക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഈ ലിങ്ക് തരും, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് തരും. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ നൗവിൻ്റെ താഴെ ഞാൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ലിങ്ക് തരും. ആ രജിസ്ട്രേഷൻ്റെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഈ പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ ഇവിടെ യൂസർ ഡാറ്റയിലെ യൂസർ നെയിമായിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മെയിൽ ID ഏത് മെയിൽ ID വെച്ചിട്ടാണ് നമുക്ക് എന്താണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇഷ്ടമുള്ള മെയിൽ ID നമ്മുടെ ഏതെങ്കിലും ഒരു മെയിൽ ID ഇതിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഓക്കെ, ഞാൻ അപ്പോൾ എൻ്റെ മെയിൽ ID കൊടുത്തത് ഇത് വെച്ചിട്ടാണ് പിന്നീട് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന മെയിൽ ID ഏതാ വെച്ചാൽ അതാണ് നമ്മുടെ യൂസർ നെയിമായിട്ട് വരിക. നമ്മളൊരു പാസ്വേഡ് ഇവിടെ മാനുവലായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വേറൊരു ഇമെയിൽ ID, ഇനി ഈ ഇമെയിൽ ID ആണെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക, ആ സെയിം ഇമെയിൽ ID ഇവിടെ കൊടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ആ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ഇമെയിൽ ID റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇതൊക്കെ റീഡ് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്ന് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്ന് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഏറ്റവും അടിയിലായിട്ടാണ് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കാണിക്കാം, ഫിൽ ചെയ്തിട്ട്. അപ്പോൾ ആധാർ കാർഡിൽ നമ്മുടെ പേര് എങ്ങനെയാണോ ആ രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കേണ്ടത് പേര്. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ റീഡ് ചെയ്തെന്ന് ഡിക്ലറേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സെയിം മെയിൽ ID തന്നെ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്താണ്. ഇതിൽ ഒരു തവണ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത് കാരണം എനിക്ക് ഈ മെയിൽ ID വെച്ചിട്ട് ഇനി ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ഒരു മെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം. എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, ഇവിടെ കൺഫർമേഷൻ ആയിട്ട് വരും. നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്കി നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ കയറാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ കാണിച്ച ഫോമാണ് നിങ്ങളിവിടെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. ഇപ്പം നമ്മൾ ഒരു വർഷം മുൻപ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ഹൗ ടു ഫിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓൺലൈൻ ഫോം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഓരോ സ്റ്റെപ്പും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പം ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൽ വേറെ ഏതോ നമ്മുടെ നോട്ടിഫിക്കേഷനെ ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ മാത്രം നിങ്ങളൊന്ന് ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ലോജിക് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിലെല്ലാ കാര്യങ്ങളും നമ്മളെങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഫില്ലാക്കുന്ന എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്താണ് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലിങ്ക് ഞാൻ തരുന്നത് നിങ്ങൾക്ക് എന്താണ് ജോബ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കാണ്. ഓക്കെ, അപ്പോൾ ജോബ് സെർച്ച് പറഞ്ഞാൽ ഇതും നമ്മുടെ എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ സെയിം പേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ലിങ്ക് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുവഴി ലോഗിൻ ചെയ്ത് പ്രൊഫൈലൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേജിലേക്ക് രണ്ടാമത്തെ ലിങ്ക് സെക്കൻഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് തരും. ജോബ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് CSL ജോബ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലാണ് ഇതൊക്കെ തരട്ടെ ലിങ്ക്. അങ്ങനെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ കീവേഡ് ഇതൊക്കെ ഉണ്ട്. വേണം നമുക്ക് അങ്ങനെ വേണം ചെയ്യാം. എളുപ്പത്തിന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഇവിടെ നമ്മൾ ഫംഗ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളിത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾ എന്നുള്ളതിനെ സെലക്ട് ചെയ്യാം. ഇതും ഓൾ എന്നുള്ളത് അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ തന്നെയാണ് വരിക. ഇവിടെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇവിടെ കാണാൻ പറ്റും. നിലവിൽ ലൈവ് ആയിരിക്കുന്നത് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ വന്നിരിക്കുന്ന ITയുടെയും പാടെ ഇതിൽ വന്നിരിക്കുന്ന IT, അതായത് അപ്രന്റീഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക വേക്കൻസി ഡീറ്റെയിൽസ് പാടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിഗർ ട്രെയിനിങ് എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അല്ലാതെ തന്നെ നമുക്ക് ജോബ് സെർച്ചിൽ റിട്ടേൺ ടു സെർച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് കീവേഡ് അടിച്ചു കൊടുത്ത് നോക്കട്ടെ. മിനിറ്റ് ജസ്റ്റ് കീവേഡിൽ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ സെർച്ച് മെത്തേഡ്, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ സെയിം വേർഡ് ഗ്രൂപ്പ് തന്നെയാണ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെയും ഫിൽറ്റർ ചെയ്യട്ടോ. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തപ്പോൾ അവിടെ നമുക്കിപ്പോൾ റിഗർ ട്രെയിനിങ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പബ്ലിഷ് ഡേറ്റ് ഒക്കെ കാണാം, 15/3 മാർച്ച് 15 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യാം.
ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എന്താണ് കളർ ഔട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം, അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നമുക്കത് വ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. റിഗർ ട്രെയിനിങ്, അതിൻ്റെ ഡേറ്റ്, കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റൈപ്പൻഡ്, ദെൻ അതിൻ്റെ എന്താണ് ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്രൻറ്റീഷിപ്പാണ് വിളിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഏജ് ലിമിറ്റ് ഈ പറയുന്ന OBC, SC, ST അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഒന്നും ഈ ഒരു പോസ്റ്റിനില്ല, എല്ലാം സെയിം ഏജ് തന്നെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID-യും പിന്നെ ഫോൺ നമ്പറൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ കോച്ചിങ് പേരിലൊക്കെ വിളിച്ചാൽ റിപ്ലൈ കിട്ടാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. ഈ അപ്ലൈ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പം നമ്മളുടെ യൂസർ നെയിം പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന അതില്ല, എന്തായിരുന്നു ബാക്കിലേക്ക് പോയി, സോറി, യൂസർ നെയിമായിട്ട് വരുന്ന നമ്മുടെ മെയിൽ ID, നമ്മൾ കൊടുക്കുന്ന ആ മെയിൽ ID ഇല്ല, അതാണ് യൂസർ നെയിമായിട്ട് വരുന്നത്. നമ്മൾ ആ ഒരു ഇതിൽ കാണിച്ചിരുന്നല്ലോ, ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നോ, ജസ്റ്റ് ഒന്നും നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ലതാ യൂസർ നെയിമായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന മെയിൽ ID ഇല്ല, ആ മെയിൽ ID ആണ് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കേണ്ടത്, ഇവിടെ യൂസറായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് കൊടുക്കുക, ലോഗൗൺ കൊടുക്കുക കേട്ടോ. അങ്ങനെ ലോഗൗൺ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളും പാടെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് ഒരു പോസ്റ്റ് ഞാനിതിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടും. ആ സെയിം മെത്തേഡ് വെച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം രജിസ്റ്റർ ചെയ്യുക, അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് കിട്ടും, ആ പ്രിൻറ്റ് നിങ്ങൾ എടുക്കണം. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് എടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, ഡൗട്ട് ചോദിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി മൊബൈൽ യൂസ് ചെയ്ത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അതായത് നമ്മളൊരു വർഷം മുൻപ് ചെയ്ത വീഡിയോ ആണ്, പക്ഷേ നമ്മൾ ഈ പറയുന്ന സെയിം എന്താണ് ഫോം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരിക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രെയിമിൽ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക, അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളത് പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അത് സൂക്ഷിച്ച് വെക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ആ പ്രിൻറ്റും മറ്റു സർട്ടിഫിക്കറ്റും അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനുകൾ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.